ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവപ്രീതിയിലും മനുഷ്യപ്രീതിയിലും യേശുവിനെ വളർത്തിയതുപോലെ ഞങ്ങളെയും ആത്മീയമായി വളർത്തണമെന്ന് അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞാനൊരു ബിസിനസ് ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. എൻ്റെ പഠനം മുഴുവൻ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. സാധാരണ ഇതിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് പറയുന്ന ചില ടെക്നിക്കൽ ടേംസാണ് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ജനറൽ അഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ്, ഗാട്ട് കരാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങൾ, ഈ വക കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ പഠനങ്ങളൊക്കെ കൂടുതലും പോയിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും ഷെയർസ്, സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റും, അതിൻ്റെ സ്പെക്കുലേഷൻ, ട്രേഡിങ്, ഫോർവേഡ് ട്രേഡിങ്, ഇൻട്രാഡേ ട്രേഡിംഗ് എന്നൊക്കെ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണുള്ള പഠനങ്ങളാണ് നടത്തിയത്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഒരു ജോർജ് ബ്രദറാണ് എന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ക്ഷണിച്ചത്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥനയായിരുന്നു. അന്ന് മുതൽ പ്രാർത്ഥിക്കുകയായിരുന്നു. നോമ്പുകാലായതുകൊണ്ട് നോമ്പിലെ വെള്ളിയാഴ്ച എന്ത് പറയണം, നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ആ വന്ന സമയത്ത് യേശുവിൻ്റെ രക്തം എന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാം എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരു നോട്ട്സൊക്കെ എഴുതി തയ്യാറാക്കി. അത് ആവർത്തിച്ച് വായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ കുർബാന കഴിഞ്ഞ് അച്ഛനെൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരുന്ന ആളുകളൊക്കെ സ്ഥിരം വരുന്ന ആളുകളാണ്, മിക്കവാറും ആളുകളൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണ്. ഇതിൽ കുറേ ആളെങ്കിലും കത്തോലിക്ക സഭയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ അല്ല, മറ്റ് മതവിശ്വാസങ്ങളിൽപ്പെട്ട ആളുകളും സഭാ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഗ്രഹിക്കുവാൻ ബൈബിളുമായിട്ട് പരിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് ചില പ്രയാസം വന്നേക്കാം. മാത്രമല്ല ഈ ഉച്ച സമയമായതുകൊണ്ട് മിക്കവാറും ഉറങ്ങാൻ അതൊരു പ്രചോദനം തരികയും ചെയ്യും. നമ്മൾ ഉറങ്ങാൻ വേണ്ടിയാണോ വന്നത്? ആണോ? നമ്മളെന്തിനു വേണ്ടിയാണ് വന്നത്? വചനം കേൾക്കാൻ. ഓക്കെ. അപ്പോൾ വചനം കേൾക്കുന്ന സമയത്ത് ഉറക്കത്തിന് പ്രചോദനമായ സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ മനസ്സൊരു മറ്റൊരു ചിന്ത തന്നു. സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് ബൈബിൾ എന്താണ് പറയുന്നത്, അതിലൂടെ ഒന്ന് കടന്നു പോകാം. നോമ്പുകാലത്തിന് പറ്റിയ വിഷയമല്ല, എന്നാലും അത് നല്ലതാണെന്ന് എനിക്കും തോന്നി. പിന്നെ ദൈവാത്മാവ് നൽകുന്ന ഒരു പ്രേരണയാകുമ്പോൾ അതിനെ മറുതലിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നിങ്ങളെല്ലാം നല്ല ഭക്തന്മാരാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ജീവിക്കാനായിട്ട് എന്ത് വേണം? ജീവിക്കാൻ എന്ത് വേണം? പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞ ആളുകൾ കൈ ഉയർത്തി. ജീവിക്കാൻ പ്രാർത്ഥന വേണം. പ്രാർത്ഥന വേണം. ഓക്കെ, കൈ താഴെ. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണമെന്ന് പറയുന്ന ആളുകളൊന്ന് കൈ ഉയർത്തി. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം. കൈ താഴെട്ടോ. മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്ന് പറയുന്ന ആളുകളൊന്ന് കൈ ഉയർത്തി. ജീവിക്കാൻ കാശ് വേണമെന്ന് പറയുന്ന ആളുകളൊന്ന് കൈ ഉയർത്തി. ഒരുവിധം എല്ലാവരും കൈ ഉയർത്തി. ഈ കത്തോലിക്കരായിട്ടുള്ള ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് തെറ്റിദ്ധാരണ? ബൈബിളൊക്കെ കേട്ടിട്ടുണ്ട്. ആ കേട്ട ആളുകളോട് ബൈബിളിൽ എന്തെങ്കിലും സംഭവം ചോദിച്ചാൽ പറയും, വളരെ സന്തോഷത്തോടു കൂടി പറയുന്നൊരു കാര്യമുണ്ട്, ഈശോയെ എവിടെയാണ് പ്രസവിച്ചത്? കാലികളുടെ സങ്കേതമായ ഗുഹയിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും ഈശോ വീടില്ലാത്ത ആളാണെന്ന്
പറയാറുണ്ട്, അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. തെറ്റിദ്ധാരണയാണ്, ഈശോയ്ക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബൈബിളിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നും വായിക്കാറുണ്ട്. അപ്പോൾ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയാണ് ഈശോയ്ക്ക് വീടില്ല എന്ന്. ഒരു ചെറിയൊരു സംഭവം മാത്രം പറയാം. ഈശോ തൻ്റെ ഭവനത്തിലായിരുന്നു, വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഒരു തളർവാദ രോഗിയെ അങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്ന സമയത്ത് ഈ തളർവാദ രോഗിയും കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് അവർ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു നീക്കി മുകളിൽ നിന്ന് രോഗിയെ താഴേക്ക് ഇറക്കി. നിങ്ങളുടെ വീടാണെങ്കിൽ നടക്കുമോ? സമ്മതിക്കുമോ? ഉള്ള കാര്യം പറഞ്ഞു, സംസാരിക്കാൻ പോകേണ്ട കാര്യം. പക്ഷെ ആ വീട് പൊളിച്ചു. എന്താ കാരണം? ആരുടെ വീടായിരുന്നു? ഈശോയുടെ വീടായിരുന്നു. ഈശോ സ്വന്തം വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് പൊളിച്ചത്. വേറെ വല്ലവരുടെ വീടാണെങ്കിൽ, എൻ്റെ വീടാണെങ്കിൽ സമ്മതിക്കില്ല. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. കാര്യങ്ങളെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഈശോയ്ക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവായിട്ട് പറയുന്നൊരു സാധനമാണ്, ഈശോ വളരെ ദരിദ്രനായിരുന്നു. ഒറ്റ കാര്യം മാത്രം പറയാം. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് സ്ട്രൈക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയണത് കേട്ടോ. എന്നിട്ട് വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു സൈഡൊന്ന് ശരിയായിക്കോട്ടെ വെച്ചിട്ടാണ്. ഈശോ മുഴുവൻ സമയം സുവിശേഷ വേലയായിട്ട് കടന്നു ചെല്ലുന്നു. 12 അപ്പോസ്തലന്മാരൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുള്ളൊരു വാചകമാണ്, ഈശോയ്ക്ക് ഒരു പണസഞ്ചി ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അത് ആരുടെ കയ്യിലായിരുന്നു? എല്ലാവരും ഉത്തരം പറഞ്ഞു, യൂദാസിൻ്റെ കയ്യിൽ. അപ്പോൾ പണസഞ്ചി ഉണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ടാമത് പറയുന്നു, അതിൽ നിന്ന് പലപ്പോഴും അവൻ മോഷ്ടിച്ചിരുന്നു. അതാരാ പറഞ്ഞത്? അതിൽ നിന്ന് പലപ്പോഴും അവൻ മോഷ്ടിച്ചിരുന്നു എന്ന് ആരാ പറഞ്ഞത്? യോഹന്നാൻ ആണ് പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത്, സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് ഈശോ 12 അപ്പോസ്തലന്മാരും ശിഷ്യഗണങ്ങളുമായിട്ട് യാത്ര, ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുന്നു. 3.5 വർഷത്തെ യാത്രയുടെ അവസാനത്തിലാണ് ജെറുസലേമിൽ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജെറുസലേമിൽ വരും, തിരിച്ചു പോവും, പിന്നെയും ഗ്രാമങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഈശോയ്ക്ക് ഈ ശുശ്രൂഷ സംഘമായിട്ട് നടക്കുന്ന സമയത്ത് ഈശോയുടെ കയ്യിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ബൈബിൾ വായിക്കുന്ന ഒരു കാര്യമാണ്, സമ്പത്ത് കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ചില സ്ത്രീകളുടെ പേര് പറഞ്ഞു. എന്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനത്തിൽ നിന്നൊരു വീതം ആർക്ക് കൊടുത്തു? ഈശോയ്ക്ക് കൊടുത്തു. അപ്പോൾ ഈശോയ്ക്ക് കൊടുത്തുന്ന സമയത്ത് അതൊക്കെ കൈകാര്യം ചെയ്യാൻ, കണക്കെഴുതാനായിട്ട് ആരുണ്ട്? യോഹന്നാനുണ്ട്. ഇപ്പോഴത്തെ ഒരു ബിസിനസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ നല്ലൊരു അക്കൗണ്ട്സ് മാനേജർ ഉണ്ടായിരുന്നു. അതുപോലെ കാശ് സൂക്ഷിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അതിന് ഇപ്പോഴത്തെ ഭാഷയിൽ എന്ത് പറയാം? ഒരു ഫിനാൻസ് മാനേജർ ഉണ്ടായിരുന്നു. അപ്പോൾ അക്കൗണ്ട്സ് മാനേജറായിരുന്നു യോഹന്നാൻ, ഫിനാൻസ് മാനേജറായിരുന്നു യൂദാസ്. ഇത് കഴിഞ്ഞിട്ട് ഈശോ ഒരു ഗ്രാമത്തിൽ ചെന്ന് പ്രസംഗിക്കുന്നു. 3 ദിവസം പ്രസംഗിക്കുന്നു. ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ സമയത്ത് ഉപവാസ പ്രാർത്ഥന ആയിരുന്നിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവണ സമയത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു, ഇവരെയൊക്കെ പറഞ്ഞു വിടാൻ പറഞ്ഞു. എത്ര വേഗം പറഞ്ഞു വിടാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, അവർ വഴിയിൽ തളർന്നു വീഴും. ഉടനെ അപ്പോസ്തലന്മാരിൽപ്പെട്ട ഒരാൾ പെട്ടെന്ന് ചാടി വന്നിട്ട് പറഞ്ഞു, ഈശോയോട് പറയാണ്, ഒറ്റ നോട്ടത്തിന് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ 200 ദിനാറ വേണമെന്ന്. എത്ര ഷാർപ്പായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോയ്ക്ക് ഒരു സ്ഥിരമായിട്ട് ഒരു പർച്ചേസ് മാനേജർ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ഇത് കഴിഞ്ഞിട്ട് ഈശോ പോകുന്നു. ഒരാളിരുന്ന് ചുങ്കം പിരിക്കുന്നു. അയാളെ പേര് മത്തായി എന്നാണ്. അയാൾ ലേവി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ലേവി എന്നുള്ളൊരു പരാമർശനം ബൈബിളിൽ നടക്കുന്നുണ്ട്. അയാളെ കണ്ട വഴിക്ക് ഈശോ പറഞ്ഞു, എന്താണ്? കം ഫോളോ മീ, നീ എന്നെ അനുഗമിക്കുക. ആരോട് പറഞ്ഞു? മത്തായിയോട് പറഞ്ഞു. അപ്പം നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇയാൾ മത്തായി എന്താ പണിക്കാരനായിരുന്നു നമ്മൾ കേട്ടിരിക്കണേ? ചുങ്കം പിരിക്കുന്ന ആൾ, മീൻപിടുത്തല്ല. മത്തായി വേറെ ജനസിൽപ്പെട്ട ആളാണ്, ചുങ്കം പിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ വിചാരം ഈ ചുങ്കം പിരിക്കുക എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തൃശ്ശൂർ പോകുമ്പോൾ പന്തിയങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ടോളിലിരുന്ന ആളുകൾ ഇങ്ങനെ ടിക്കറ്റ് കൊടുത്ത് 200 കൊടുത്ത് വണ്ടി കടത്തി വിടുന്ന പണി നടത്തുന്ന ആളാണ് മത്തായി എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയോണത്. മത്തായിനെ കുറിച്ച് എഴുതുന്നത്, ഹി വാസ് എ ടാക്സ് കളക്ടർ. എന്തായിരുന്നു? ടാക്സ് കളക്ടർ. പാലക്കാട് ജില്ലയ്ക്ക് ഒരു കളക്ടറുണ്ട്. ഈ കളക്ടർക്ക് എന്താ പരിപാടി?
ഈ കളക്ടർക്ക് എന്താ ജോലി? കളക്ടർക്ക് എന്താ ജോലി? ആ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിൽ നിന്ന് ഭൂനികുതി, കെട്ടിട നികുതി, സെയിൽ ടാക്സ്, GST, ഇൻകം ടാക്സ് ഇതൊക്കെ ആളുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ കൊടുക്കണം. അത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അത് പിരിച്ചെടുക്കാൻ പോലീസ് സംവിധാനത്തെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗപ്പെടുത്തി പിരിച്ചെടുക്കലാണ് കളക്ടറുടെ പണി. ആ പണിയാണ് ഈ കളക്ടർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ജില്ലാ കളക്ടർക്ക് തുല്യമായ കളക്ടറുടെ പണിയാണ് ആര് ചെയ്തിരുന്നത്? ആര് ചെയ്തത്? മത്തായി ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടങ്ങളിൽ IAS ഉദ്യോഗസ്ഥനെ പോലത്തെ ഒരാളാണ് 12 പേരിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടായിരുന്നു. നല്ല സെറ്റപ്പോട് കൂടിയാണ് ആര് പോയത്? ഈശോ പോയത്. പിന്നെ ആളുകളുടെ പൊതുധാരണ ഈശോ ഭയങ്കര ദരിദ്രനായിരുന്നു എന്നാണ് പൊതുധാരണ. ഒറ്റ കാര്യം മാത്രം പറയാം, ഈശോ മരിക്കാറായി. ഈശോയുടെ വസ്ത്രം ഉരിഞ്ഞെടുത്തു. ആ ഉരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അത് നറുക്കിടാന്ന് പറഞ്ഞു. കാരണം എന്താണ്? അത് ആദ്യം പറഞ്ഞത് കീറി 4 കഷ്ണാക്കാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് വേണ്ട, അത് ആ വസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. എന്താണ്? തയ്യൽ കൂടാതെ നെയ്തെടുത്തതായിരുന്നു. ഇവിടെ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ ഷർട്ട് തുണി മേടിച്ച് 100 കഷ്ണമാക്കി വെട്ടി മെഷീനിലടിച്ചിട്ടാണ് ഈ ഷേപ്പായത്. അല്ലെങ്കിൽ ഇവിടെ ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത് അതൊക്കെ തട്ടിമുട്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ആരൊക്കെങ്കിലും ഈ കൂട്ടത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരോട് ചോദിച്ചോ, നെയ്തെടുത്ത ഷർട്ടോ നെയ്തെടുത്ത പാൻറ്റോ നെയ്തെടുത്ത ചുരിദാറോ ആർക്കെങ്കിലും ഉണ്ടോ? അത് നെയ്തെടുക്കണമെങ്കിൽ എത്ര കാശ് വരും? ഈ ഷർട്ട് വേണമെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. ഇത് നെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വില എത്രയായിരിക്കും? ഒരു ചുരുങ്ങിയത് 50,000 രൂപയെന്ന് വെച്ചോ നെയ്തെടുക്കണമെങ്കിൽ. അത്ര മാനുവൽ എഫേർട്ട് വരും. അപ്പോൾ ഈശോ ധരിച്ച് അങ്ങനെ നെയ്തെടുക്കണതിന് പറയണ പേരാണ് ഡിസൈനർ വെയർ. എന്ത് വെയർ? സിഗ്നേച്ചർ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ സാധനമാണ്. അങ്ങനത്തെ ഡ്രസ്സാണ് ആരിട്ടിരുന്നത്. അപ്പോൾ ചില്ലറക്കാരനാണോ ഈശോ? നല്ല വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് ഈശോ ധരിച്ചിരുന്നത്. നല്ല ഭക്ഷണമാണ്. ഈശോയോട് ചോദിച്ചു, എന്താണ് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല? സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നു. ഉടനെ പറഞ്ഞ എന്താണ്? മണവാളനുള്ളപ്പോൾ തോഴന്മാരാരും ഉപവസിക്കേണ്ട കാര്യമില്ലാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോരുന്നത്. അല്ലാതെ എല്ലാ ദിവസവും ഉപവാസവും പട്ടിണിയും പ്രാരാബ്ദമൊന്നും അല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ട് തോന്നുന്നു. ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നു. ആ പഠിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണമെന്നറിയാം? അൺലേണിംഗ് എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തി കാണിച്ച്. അൺലേണിംഗ് ഇല്ല, ആരുമില്ല, വേണ്ട. അൺലേൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ പഠിച്ചു വെച്ചത് തലയ്ക്കകത്തിരിക്കുകയാണെങ്കിൽ പുതിയ സാധനം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ആദ്യം പഠിച്ചു വെച്ചത് എന്ത് ചെയ്യണം? അതങ്ങ് കളയണം. എന്നാലാണ് ശരിയായ സാധനം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുമ്പ് തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉപവാസവും പ്രാരാബ്ദവും പട്ടിണിയും ആയിട്ട് നടക്കണം. എളിമ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് കീറിയ ഷർട്ട് ഇട്ട് നടക്കണം എന്നൊക്കെ തെറ്റിദ്ധാരണയാണെങ്കിൽ അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണ്? എൻ്റെ ഈശോ ഡിസൈനർ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായത് മാത്രം പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓക്കെ, ഇനി ഒരു ചോദ്യം ചോദിക്കാൻ പോകണം. ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതാണ്? അത് തെറ്റായ ഉത്തരമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങൾ പറയുന്നുണ്ട്. അതിലെ ആദ്യത്തെ അത്ഭുതമാണ് എന്ത്? കാനായിലെ കല്യാണം. വേറൊരു ചോയ്സ്. ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്താണ്? ആലോചിച്ച് പറഞ്ഞു. വേണ്ട, നേരം കളയണ്ട, ഞാൻ വായിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 5-ാമത്തെ അധ്യായം. നിങ്ങളുടെ കയ്യിൽ ബൈബിളില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ചു പോവാം. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടെടുത്ത് കിടക്കുന്നവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. അപ്പം മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് 2 ആളുകൾ വന്ന് വല മീൻപിടുത്തം കഴിഞ്ഞു. അപ്പോൾ വലയൊക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കുകയാണ്.
ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞു, വള്ളം കാലിയായി, അതിനകത്ത് ഈശോ കയറിയിരുന്നു. അത് കരയിൽ നിന്ന് അല്പം നീക്കി നിർത്താൻ പറഞ്ഞു. ഈശോ അവിടെ ഇരുന്ന് പഠിപ്പിച്ചു. ഇപ്പം ജനം എവിടെ നിൽക്കുന്നത്? കരയിൽ നിൽക്കുന്നു. ഈശോ എവിടെ നിൽക്കുന്നത്? വെള്ളത്തിൽ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് കരയിലുള്ള ആളുകളെ പഠിപ്പിക്കുകയാണ്. ജനം എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിലേക്ക് നോക്കിയിരുന്നതെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. സംസാരിച്ചിരുന്നപ്പം ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. അപ്പോൾ ഈശോയുടെ വചനപ്രഘോഷണമൊക്കെ കഴിഞ്ഞ സമയത്ത് പറഞ്ഞ എന്താണ്? ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറഞ്ഞു. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ സുവിശേഷ പ്രഘോഷണം നടക്കുന്നു. എവിടെ ഇരുന്നിട്ടാണ് പ്രസംഗിക്കുന്നത്? വെള്ളത്തിലിരുന്ന് പ്രസംഗിക്കുന്നു. കരയിലിരുന്ന ആളുകൾ കേൾക്കുന്നു. ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ സമയത്ത് പറഞ്ഞു എന്താണ്? ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കാൻ പറയുന്നു. മാത്രമല്ല നല്ല ആഴത്തിലേക്ക് വലയിറക്കാൻ പറയും. ഈ സാധാരണ രീതിയിൽ മീൻപിടുത്തമായിട്ട് നിങ്ങളുടെ പാലക്കാട് കടലില്ലാത്ത സ്ഥലമായതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ആളുകൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. വൈകുന്നേരം 6 മണി കഴിഞ്ഞിട്ടാണ് മീൻ പിടിക്കാൻ പോവുക. ആ സമയത്ത് സൂര്യൻ അസ്തമിക്കും. അതുകൊണ്ട് വെയിലിൻ്റെ താപത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നു. 2, വെള്ളത്തിൻ്റെ മുകൾ ലെവലിലെ ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ അടിത്തട്ടിലുള്ള മീൻ രാത്രി മുകളിലേക്ക് കയറി വരും. ആ സമയത്താണ് സാധാരണഗതിയിൽ 6 മണി മുതൽ വെളുപ്പിനെ 3 മണി വരെയുള്ള സമയത്താണ് മത്സ്യബന്ധനം നടത്താറ്. അത് കഴിഞ്ഞ് മീനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവർ വിൽക്കാൻ വേണ്ടി രാവിലെ വരുന്നു. വാങ്ങുന്ന ആളുകൾ വെളുപ്പിന് 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വരികയും ചന്തയിൽ പോവുകയും വിൽപ്പനയും നടക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ട്രേഡ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, ഇവർ ഈശോടെ കയറി ചെല്ലുന്നത് രാവിലെയാണ്. രാത്രി മുഴുവൻ മീൻപിടുത്തം പോയി ഒന്നും കിട്ടാതെ ഇരിക്കുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് പറയുന്നു, ഈ മുകളിലെല്ലാം മീൻ പിടിക്കണ്ടേ? എവിടെ മീൻ പിടിക്കണ്ടേ? മീൻ മുഴുവൻ അടിയിലാണ്. അതുകൊണ്ട് ആഴത്തിൽ വലയിറക്കാൻ പറയും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അപ്പം മീൻപിടുത്തക്കാരുടെ തലവനായ പത്രോസ്, വർഷങ്ങളായിട്ട് മീൻപിടുത്തം നടത്തുന്ന ആൾ പറയുന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. വലയിറക്കിയപ്പോൾ എന്ത് കിട്ടി? വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യബന്ധനം അറിയുന്ന ആളുകൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. മത്സ്യബന്ധനത്തെക്കുറിച്ച് ടെക്നിക്കൽ അറിയാത്ത ആശാരിയുടെ മകൻ ആരാ? ആശാരിപ്പണിയാണ് കുടുംബ ബിസിനസ്, കുടുംബ പശ്ചാത്തലം കാർപ്പൻറ്ററിയാണ്. അപ്പോൾ ആശാരിപ്പണി ചെയ്ത് പരിചയമുള്ള ഒരാൾ മീൻപിടുത്തക്കാരനോട് എങ്ങനെ മീൻ പിടിക്കണമെന്ന് ടെക്നോളജി പറയുന്നു. പക്ഷെ ഒറ്റ കാര്യമുണ്ട്, അതിന് മുമ്പ് എന്ത് പറഞ്ഞു? സുവിശേഷം പറഞ്ഞു. എന്ത് പറഞ്ഞു? അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം എന്ത് പറയണം? സുവിശേഷം പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ദൈവവചനം പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞെങ്കിൽ ആ തടസ്സമൊക്കെ മാറി അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മത്സ്യബന്ധനത്തെക്കുറിച്ച് നല്ല അറിവുള്ള ആളുകൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് യേശുവരുടെ സുവിശേഷം പറയുന്നു, മുകളിലെ ജലത്തിൻ്റെ മുകൾ പരപ്പിലെല്ലാം മത്സ്യം പിടിക്കുന്നുണ്ട്, ആഴത്തിലിറക്കി വലയിറക്കാൻ പറയുന്നു, വല നിറയെ മത്സ്യം കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാണെങ്കിലും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷമാണെങ്കിലും ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം മത്സ്യബന്ധനമാണ്. ഈ മത്സ്യബന്ധനം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു മാനം കൂടെ ഉണ്ട്. മീൻ പിടിക്കുന്ന ആളുകൾ കിട്ടുന്ന മീൻ മുഴുവൻ കറി വെച്ച് കഴിക്കാൻ വേണ്ടിയാണോ പിടിക്കാൻ പോകുന്നത്? അല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? വിൽക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം ബിസിനസ് മേഖലയിലാണ് ചെയ്തത്. മനസ്സിലായാലും മാത്രം കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കും. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്ത് മേഖലയിലാണ്? ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലാണ് ഈശോ ആദ്യത്തെ അത്ഭുതം ചെയ്തത്. ഉറക്കെ പറഞ്ഞേ. ചിലർക്ക് പറയാനൊരു മടി. ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം
സാമ്പത്തിക മേഖലയിലാണ്. മനസ്സിലായോ? ഇവിടെ മീൻ പിടിക്കാൻ പോകുന്നു, ഒന്നും കിട്ടാതെ രാത്രി മുഴുവൻ അധ്വാനിച്ച് പോകുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ച് മീൻ കിട്ടിയില്ലെങ്കിൽ ഒരു സിറ്റുവേഷണൽ അനാലിസിസ് എന്നൊക്കെ പറയും. എന്താ ഉണ്ടാവുക? കുറേ ആളുകൾ കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോകുന്നു. ഒരു കടപ്പുറം ഒരു മനസ്സിലൊന്ന് ചിന്തിക്കുക, കണ്ടിട്ടില്ലെങ്കിലും ഭാവനയിൽ കാണുക. എന്താണ്? ഒരു മീൻ പിടുത്തം വരുമ്പോൾ ചാകര എന്നൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ന്യൂസിലൊക്കെ കണ്ടു കാണും. അവിടെ ആരൊക്കെ ഉണ്ടാവും? ബീച്ചിൽ മീൻപിടുത്തം ബോട്ടുകൾ വരുന്നു. ആ വരുന്ന സമയത്ത് എന്താണ്? അവിടെ ചായ വിൽക്കുന്ന ആളുകൾ, പരിപ്പോട വിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വള, കമ്മൽ, അത്തരം ബലൂൺ വിൽക്കുന്ന ആളുകൾ, ഐസ് വിൽക്കുന്ന ആളുകൾ, ഓട്ടോറിക്ഷ, റീറ്റെയിൽ സെല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ്, ഇവരൊക്കെ കൂടെ ഒരു വലിയൊരു ക്രൗഡ് അവിടെ നിൽക്കുകയാണ്. ആ സമയത്താണ് മീൻ പിടിക്കാൻ പോയ ആളുകൾ തിരിച്ചു വരുന്നു, ഒന്നുമില്ലാതെ വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഭാഷയിൽ പറയുന്നത് എന്താണ്? അന്ന് മാർക്കറ്റ് എന്തുണ്ടായി? മാർക്കറ്റ് ക്രാഷ്, മാർക്കറ്റ് പൊട്ടിപ്പോയി. എന്താ കാരണം? മീൻ വന്നാലാണ് ഈ ചക്രം തിരിയുള്ളൂ. മീനില്ലെങ്കിൽ എന്താണ്? എല്ലാവരുടെയും ബിസിനസ്, ഐസുകാരുടെ ബിസിനസ് പോയി, ഓട്ടോറിക്ഷക്കാരുടെ പോയി, ലോറിക്കാരുടെ പോയി, മിനി ലോറിക്കാരുടെ പോയി, ഹോൾസെയിലേഴ്സിൻ്റെ, റീറ്റെയിലേഴ്സിൻ്റെ, സ്റ്റോറേജ്, കോൾഡ് സ്റ്റോറേജ് നടത്തുന്നവർ, ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്റ്റുള്ള ആളുകൾ, ഓട്ടോറിക്ഷ, പെട്ടി ഓട്ടോറിക്ഷ, മിനി ലോറീസ്, എല്ലാവരുടെയും ബിസിനസ് എന്ത് ചെയ്തു? പൊട്ടി. അപ്പം അങ്ങനെ ബിസിനസ് പൊട്ടി നിൽക്കുന്ന സമയത്ത് ഈശോ എന്ത് ചെയ്തു? ആരും മിണ്ടുന്നില്ല. ഈശോ എന്ത് പറഞ്ഞു? സുവിശേഷം അറിയിച്ചു. ഉറക്കെ പറഞ്ഞേ. ആ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് എന്ത് കിട്ടി? മീൻ കിട്ടി. അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ അവർക്ക് കിട്ടി. ആ കിട്ടിക്കഴിഞ്ഞതോടുകൂടി മാർക്കറ്റൊക്കെ എന്തായി? മാർക്കറ്റൊക്കെ ഉഷാറായി. എന്ന് പറഞ്ഞാൽ ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം എവിടെയാണ്? സാമ്പത്തിക മേഖല. അടുത്തിരുന്നുള്ള കൈ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം സാമ്പത്തിക മേഖലയിലാണ് ഈശോ അത്ഭുതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കാതുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, വിവേകം നൽകി അനുഗ്രഹിക്കണമേ. സുവിശേഷം കേൾക്കുവാനും സുവിശേഷം ഗ്രഹിക്കുവാനും സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാൻ കൃപ നൽകണമേ. കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നന്ദി യേശുവേ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.